ഹലോ ഗൈസ്, കുറച്ച് കാലത്തിന് ശേഷം ഫ്രീ ഫയറിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളൊരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. സാധാരണ റാങ്ക്ഡ് മാച്ച് സ്ക്വാഡായിട്ടാണ് കളിക്കാറ്. ഇതൊരു സോളോ മാച്ചാണ്. റാങ്ക് മാച്ച് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് അത്ര വലിയ പ്ലേയേഴ്സൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇറങ്ങാൻ പോകുന്ന ഗ്രേവ് യാർഡിലെ എൽ ഷേപ്പിലെ വീട്ടിലാണ്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ലെവൽ 2 ബാഗും ഒരു റിപ്പയർ കിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ലെവൽ 2 ബാഗ് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ അടുത്ത എൽ ഷേപ്പിലേക്ക് പോയി. അപ്പോഴാണ് അവിടെയും അതേ സെയിം ഐറ്റം തന്നെ ഉണ്ടായിരുന്നു, ലെവൽ 2 ബാഗും റിപ്പയർ കിറ്റും. അങ്ങനെ പിന്നെ ബാഗ് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നേരെ അടുത്ത വീട്ടിലേക്ക് പോയി. അടുത്ത വീട്ടിലേക്ക് പോയപ്പോഴാണ് മാപ്പിൽ എനിമി ഉള്ളതായിട്ട് കണ്ടത്. അങ്ങനെ നേരെ മേലെ കയറിയപ്പോൾ ഫസ്റ്റ് സ്കോപ്പ് ചെയ്തപ്പോൾ എനിമീനൊന്നും കണ്ടില്ല. പിന്നെ അതിലോട്ട് ഓടുന്ന കണ്ടപ്പോൾ 2-3 അടിയും കൊടുത്തു. അപ്പോൾ തന്നെ ഗ്ലൂ വാളിട്ടു. ഒന്നും നോക്കിയില്ല, ഗ്ലൂ വാൾ അടിച്ച് കൊടുത്തു. നെക്സ്റ്റ് ബുള്ളറ്റിന് തന്നെ അവൻ കൊള്ളുകയും ചെയ്തു. അത്ര വലിയ പ്ലെയർ അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ ലൂട്ടെടുക്കാൻ പോകുമ്പോഴത്തേക്ക് മുമ്പിലെതാ വേറെ എനിമി. അവൻ സ്കോപ്പ് ചെയ്ത് തലക്കടിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവൻ ഇങ്ങനെ കറങ്ങി കളിക്കുന്നതുകൊണ്ട് കറക്റ്റ് കിട്ടിയില്ല. അപ്പോഴേക്കും അവൻ ഗ്ലൂ വാളിട്ട് കവറെടുത്തു. ഞാൻ നീട്ടൊരു ഗ്ലൂ വാളിട്ട് നേരെ റഷ് ചെയ്തൻ കയറി മുന്നോട്ടെത്തിയപ്പോൾ എനിമിയെ കാണുന്നില്ല. അവൻ ഹൂക്കോൺ വിട്ടിട്ട് എന്നെ അടിക്കുന്നുണ്ട്. ഞാൻ ഓരോ കണ്ട സ്കില്ല് വിട്ട് അവൻ്റെ ഹൂക്കോങ്ങ് പോക്കി. അവനെ നൈസായി ഫിനിഷ് ചെയ്തു. പിന്നെ ഇവൻറ്റിൽ നിന്ന് 2 സ്റ്റെപ്പെല്ലാം ഇട്ട്. അപ്പോഴാണ് 2 ബോംബ് കിട്ടിയത്. ഞാൻ ബോംബിൻ്റെ ആനിമേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എറിഞ്ഞു നോക്കി. സാധാരണ നോർമൽ ബോംബ്, പക്ഷെ അത് നോർമൽ ബോംബായിരുന്നില്ല. കളി മുന്നോട്ടെത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ തന്നെ വേക്കുന്നൊരു അടി കിട്ടി. അവർ റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. പക്ഷേ ഏത് സൈഡിലാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് ലെഫ്റ്റിൽ നിന്നൊരു ചാടി കയറലായിരുന്നു. അവൻ എനിക്ക് സർപ്രൈസ് തന്നെയായിരുന്നു, പക്ഷേ അത് അവനുള്ള സർപ്രൈസ് ആയിരുന്നു. എൻ്റെ കയ്യിൽ എംട്ടനായിരുന്നു. 2 അടിക്ക് അവൻ തീർന്നു. അങ്ങനെ അവിടുന്ന് മെഡ് അടിച്ച് സെറ്റായി. അങ്ങനെ അർസണലിൻ്റെ അടുക്ക് എത്തിയപ്പോഴാണ് വേറെ 2 സർപ്രൈസ് ആയിരുന്നു. അവനെ എൻ്റെ വെച്ച് 2 അടിക്ക് അവനെ ഫിനിഷാക്കി. പക്ഷെ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനത് അങ്ങനെ അർസണലിലെ ഗ്ലാസും തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ലൂട്ടും അടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി സോണിലേക്ക് കയറാൻ പോയി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പ് നിർത്തെ സോണിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. നേരെ ഗ്ലൂ വാളിട്ട് റഷ് ചെയ്യാൻ വെച്ചു. നേരത്തെ ഇവൻ്റെ നിന്ന് കിട്ടിയ ബോംബ് കൊടുത്തെറിഞ്ഞ്, പക്ഷെ അവന് കൊണ്ടില്ല, അത് ലോങ് ആയിട്ട്. നേരെ കയറി ഒരു ഹെഡ് കയറി കൊണ്ട് തന്നെ റഷ് ചെയ്യാൻ വെച്ചു. അവിടെ മോനെ, അപ്പോഴാണ് ഞാൻ ബോംബിൻ്റെ പവർ ശരിക്കും കണ്ടത്. അതൊരു ഡാൻസിങ് ബോംബായിരുന്നു. പബ്ജിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ അവിടെ നിന്ന് ഓടി. പിന്നെ ഇവൻ്റ് കണ്ടപ്പോൾ 2 സ്റ്റെപ്പ് ഇടാന്ന് വെച്ചു. 2 സ്റ്റെപ്പ് ഇട്ട് നേരെ സോണിൽ കയറാൻ പോയി. അപ്പോഴായിരുന്നു ഫ്രണ്ടിൽ നിന്ന് ഒരു സർപ്രൈസ് ഷോട്ട് കിട്ടിയത്. അവന് കളിക്കാൻ അറിയില്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഹെഡൊന്നും കയറിയില്ല. ഞാൻ മാക്സിമം കവറിൽ തന്നെ അവനെ അടിച്ചു. പക്ഷേ അവൻ പിന്നെ ഓപ്പണിലേക്ക് വന്നില്ല. ഗ്ലൂ വാൾ പൊട്ടിയപ്പോൾ പക്ഷേ നേരെ വേക്കിലോടി അതിൻ്റെ കവർ പിടിച്ചു തന്നു. ഞാനൊരു ഗ്ലൂ വാൾ ഇട്ട് റഷ് ചെയ്യാന്ന് വെച്ചാൽ കയറി ഒരു ബോംബ് നൈസായി ഇട്ട് ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അവൻ കയറി വന്ന് ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് കയറി. അങ്ങനെ സോണിൻ്റെ പുറത്തായിരുന്നു ഉള്ളത്. അപ്പോൾ തന്നെ അടുത്തോട്ടൊരു എനിമി വണ്ടിയെടുത്ത് പോകുന്നുണ്ടായിരുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. ഞാൻ സോണിൽ നിന്ന് കുറച്ച് ലോങ് ആയിട്ട് തന്നെ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബൈക്ക് കിട്ടി. ബൈക്കും എടുത്ത് നേരെ ക്ലോക്കിലേക്ക് വിട്ടു. വണ്ടീൻ്റെ സ്കില്ലുള്ളതുകൊണ്ട് തന്നെ നേരെ നിന്നുള്ള SKS വെച്ചുള്ള അടി അങ്ങനെ കൊണ്ടില്ല. ഇവിടെ നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സോണിൽ കയറാനായിരുന്നു. ചുറ്റിലും എനിമി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നേരെ സോണിലേക്ക് തന്നെ കയറിപ്പോയി. ഞാൻ
വീട്ടിലും അപ്പുറത്തെ വീട്ടിലും നല്ല ഫൈറ്റായിരുന്നു. ഞാൻ ഓടി കയറി ഒരു ബ്ലൈൻഡ് ഷോട്ട് തന്നെ അടിച്ചു. അപ്പോൾ ഉള്ളം കിട്ടിയിരിക്കുകയായിരുന്നു തോന്നുന്നു, ഒരു ഡാമേജും കയറിയില്ല. ഞാൻ നേരെ ഓടി വീട്ടിൻ്റെ മേലേക്ക് കയറി ആളെ കാടും. അപ്പോൾ താഴെ നടിച്ചുകൊണ്ടിരുന്ന ഇനി പെട്ടെന്ന് മേലേക്ക് കയറി വന്നു. രണ്ടടിക്ക് അവനെ ഫിനിഷ്. എന്നിട്ട് വണ്ടിക്ക് പോകാനുണ്ട് അവനെ അടിച്ചു. ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞ് ആദ്യത്തെ വീട്ടിൽ തന്നെ കയറി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴായിരുന്നു താഴെ നിന്നൊരു എനിമി ക്യാരക്ടർ സ്കില്ലിലോട്ട് എൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് നല്ല കയറി അവിടെ നോക്കുമായിരുന്നു. അവൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ തന്നെ രണ്ടടിയും അടിച്ചു. അവൻ ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളക്കില്ല, അമ്മാതിരി ഓട്ടാണ് അവൻ ഓടി. ലാസ്റ്റ് സോണായിട്ട് തന്നെ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ന്യൂസ് മോശത്തൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത വീട്ടിലേക്ക് പോയി. ആ സ്റ്റെപ്പിൻ്റെ മേലെ ഒരു എനിമി എന്നെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ഓടിക്കയറി റഷ് ചെയ്ത് M10 തന്നെ അടുത്തുനിന്ന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇനി എന്നെ കൂടാതെ 2 പേരുണ്ട്. അതിൽ ഒരാളെ ഞാൻ സ്പോട്ട് ചെയ്ത് അടിച്ചപ്പോൾ ഹെഡൊന്നും കയറിയില്ല. ഒരു ഫ്ലാഷ് ഫ്രീസ് വന്ന് ഇട്ട് കൊടുത്തു, 2 ബോംബും ഇട്ട് കൊടുത്തു. പിന്നെ അവൻ്റെ അഡ്രസ്സില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ എയർ ഡ്രോപ്പിനടുക്ക് കവർ എടുത്ത് നിന്നു. ഇപ്പോഴും 2 പേര് തന്നെ ബാക്കിയായിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ എയർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടീൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നേരെ അവൻ മോൺസ്റ്റർ കൊടുത്തിട്ട് സോണിൻ്റെ നടുക്ക് കയറി നിന്ന് അവൻ മറ്റവൻ ഫിനിഷ് ചെയ്ത്. സോൺ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ റഷ് ചെയ്തങ്ങ് കയറി. കയ്യിലുണ്ടായിരുന്നതൊക്കെ വാരി വലിച്ചെറിഞ്ഞു. കയ്യിൽ M10 ആയതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ അടുത്ത് പോയിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഓരോന്നിട്ട് കൽവൈസായി നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.